ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മാളുവിന്റെ ആഗ്രഹപ്രകാരം മഹിയും ഗംഗയും മാളുവിനോടൊപ്പം പാർക്കിലേക്ക് പോകുന്നു. അവിടെ കുട്ടികൾ എല്ലാവരും പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചകൾ കണ്ട് വളരെ സന്തോഷത്തോടെ അങ്ങനെ അവർ അവിടെ അല്പനേരം ചെലവഴിച്ചു. അപ്പോഴാണ് മാളൂട്ടി മഹിയോട് പറഞ്ഞത്, അച്ഛാ, ഞാനേ ആ പൂ പറിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മാളു വേഗം മഹിയുടെ അരികിൽ നിന്ന് ഗംഗയോടും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ആ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും മഹി പറഞ്ഞു, ശരി എന്നാ മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും ഗംഗയും വരണമെന്ന് മാളു നിർബന്ധിച്ചു. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മാളൂട്ടി മഹിയുടെ കയ്യിൽ നിന്ന് ഇറങ്ങി ആ പൂന്തോട്ടത്തിലേക്ക് ഓടിപ്പോകുന്നത് കണ്ട് മഹിയുടെ മുഖം പെട്ടെന്ന് വാടി. ഇത് കണ്ടതോടെ ഗംഗ ചോദിച്ചു, മഹിയേട്ടാ, എന്തു പറ്റി? അപ്പോഴേക്കും മഹി പറഞ്ഞു, ഏയ് എന്ത്, ഒന്നുമില്ല എന്നാ. മഹിയുടെ മറുപടി കേട്ട് ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, എനിക്ക് മനസ്സിലാകും. മഹിയേട്ടന്റെ മുഖത്ത് ഒരു മാറ്റമുണ്ടായാൽ അത് കൃത്യമായിട്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. മഹിയേട്ടന്റെ മനസ്സിനെ അലട്ടുന്നത് എന്താണെങ്കിലും അത് എന്നോട് തുറന്നു പറഞ്ഞൂടെ എന്ന ഗംഗയുടെ ചോദ്യം കേട്ട് മഹി പറഞ്ഞു, ശരിയാണ് ഗംഗേ, നീ പറഞ്ഞ സത്യം തന്നെയാണ്. മോള് കേട്ടാൽ സങ്കടപ്പെടുമെന്നും വിഷമിക്കുമല്ലോ എന്നും കരുതിയാണ് ഞാനൊന്നും പറയാതിരുന്നത്. ഇപ്പൊ തന്നെ ഗൗരിയുടെ ഏട്ടനും അമ്മയുമൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, ഞാനാണ് ഗൗരിയെ കൊന്നുകളഞ്ഞതെന്ന്. എനിക്ക് എൻ്റെ ഗൗരിയെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് മഹി ഗംഗയോട് ചോദിച്ചതും ഗംഗ പറഞ്ഞു, എനിക്കറിയാം മഹിയേട്ടാ, മഹിയേട്ടന് ഒരിക്കലും ഗൗരിയേച്ചിയോട് അങ്ങനെയൊന്നും പെരുമാറാനാവില്ല എന്ന്. മറ്റാരും മഹിയേട്ടനെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും മഹിയേട്ടൻ്റെ മനസ്സും മഹിയേട്ടൻ്റെ ചിന്തകളുമൊക്കെ. അതുകൊണ്ട് മഹിയേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. മഹിയേട്ടൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നും മഹിയേട്ടൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കടന്നുകൂടിയിരിക്കുന്നതെന്നും മഹിയേട്ടൻ്റെ മാനസികാവസ്ഥയുമൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഗംഗ മഹിയോട് അറിയിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം മഹി ഗംഗയോട് പറഞ്ഞു, അവരുടെ കുറ്റപ്പെടുത്തലുകൾ അതാണ് ഗംഗ എന്നെ തളർത്തി കളഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. യഥാർത്ഥത്തിൽ എന്താണ് ഗൗരിയേച്ചിക്ക് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്തണം. ഗൗരിയേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എത്രയും വേഗം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലിൽ നിന്ന് മഹിയേട്ടനെ രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അപ്പോഴേക്കും മഹി പറഞ്ഞു, ഗംഗേ, വേറൊന്നുമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് അവർ പറയുന്നത് ഞാനാണ് അവളുടെ അമ്മയെ കൊന്നതെന്ന്. അത് കേൾക്കുമ്പോഴാണ് എൻ്റെ മനസ്സാകെ തകർന്നു പോകുന്നത് എന്ന് മഹി ഗംഗയോട് അറിയിച്ചു. ഉടനെ ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, ഇതിന് പിന്നിൽ ആരാണെന്നുള്ള സത്യം നമുക്ക് കണ്ടെത്തണം എന്ന് മഹി ഗംഗയോട് അറിയിച്ചു. മഹി പറഞ്ഞു, എനിക്കും അതെ, എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്നും എൻ്റെ ഗൗരിക്ക് എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയണം ഗംഗയെ എന്ന് മഹിയും ഗംഗയോട് പറഞ്ഞു. അപ്പോഴേക്കും മഹിയുടെയും ഗംഗയുടെയും അരികിലേക്ക് മാളു ഓടിയെത്തി. അച്ഛനും ഗംഗയും വാ എന്ന് പറഞ്ഞതും മാളു പറഞ്ഞത് കേട്ട് അവർ മാളുവിൻ്റെ കൂടെ വരാൻ തുടങ്ങുമ്പോൾ മാളു അരികിലേക്ക് ചെന്നിട്ട് മഹിയോട് പറഞ്ഞു, അതെ, ഇങ്ങനെയല്ല, അച്ഛൻ ദാ ഗംഗയുടെ കൈ പിടിച്ച് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു മഹിയുടെ കൈയിലേക്ക് ഗംഗയുടെ കൈ ചേർത്ത് കൊടുത്ത് മാളൂട്ടി മുന്നിലൂടെ പാട്ടും പാടി ഓടിപ്പോകുന്നു. ഗംഗയും മഹിയും മാളുവിൻ്റെ ആ സന്തോഷം കണ്ട് മാളുവിൻ്റെ പിന്നാലെ നടന്നു. അതിനുശേഷം മഹി മാളുവിനെയും ഗംഗയെയും കൂട്ടി തിരിച്ച് കൈലാസത്തിലേക്ക് എത്തി. അവിടേക്ക് കാറിൽ വന്നിറങ്ങിയ അവരെ സ്വീകരിക്കാനായി വാതിക്കൽ എല്ലാവരും കാത്തുനിന്നു. ദേവയാനിയും ശ്രേയുമൊക്കെ അവിടെ ഹാളിൽ അവരെ സ്വീകരിക്കാൻ നോക്കി നിൽക്കുമ്പോൾ മഹി ഗംഗയും കൂട്ടി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് എത്തി. മാളുവിനെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ മഹി അങ്ങ് നിൽക്കുമ്പോൾ ഹൈമവതിയും ശ്രേയയും അവിടേക്ക് എത്തുന്നു. ആഹാ, മാളൂട്ടി വന്നല്ലോ അല്ലേ, കേസ് ജയിച്ചു അല്ലേ എന്നൊക്കെ ഹൈമവതി അന്വേഷിച്ചതും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു മാളൂട്ടി തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മാളൂട്ടി ഇവിടേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെല്ലാം അവർ രണ്ടുപേരും വന്ന് മഹിയോടും ഗംഗയോടും പറഞ്ഞു. ഉടനെ തന്നെ ദേവയാനിയും അവിടേക്ക് എത്തി. ആഹാ, മാളൂട്ടി കുറച്ച് ദിവസത്തേക്ക് മോള് എല്ലാവരെയും ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഓരോരുത്തരുടെയും മണ്ടത്തരങ്ങളും ബുദ്ധിശൂന്യതയും ഒക്കെ കൊണ്ട് എടുത്തുചാട്ടവും ഒക്കെ കാരണം ഓരോന്നും ഇവിടെ സംഭവിച്ചത് എന്ന് ഗംഗയെ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ ദേവയാനി സംസാരിച്ചു. ഉടനെ രാഹുലും അവിടേക്ക് എത്തി. മഹി പറഞ്ഞു, എന്തായാലും മോള് ഗോകുലിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ അവൾ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ.
ഗംഗ അവിടെ ചെന്നത് കൊണ്ടായിരുന്നല്ലോ മോള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് ദേവയാനിയോട് മഹി പറഞ്ഞു. ദേവയാനിക്ക് അതൊന്നും ഇഷ്ടപ്പെടാത്തതുപോലെ ഗംഗയെ നോക്കി. അപ്പോഴേക്കും മാളു പറഞ്ഞു, ഗംഗ എൻ്റെ അമ്മയാ. എനിക്ക് ഗംഗയെ കാണാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗംഗയ്ക്ക് എന്നെയും കാണാതിരിക്കാൻ കഴിയത്തില്ല. ഗംഗ അതുകൊണ്ടാ എനിക്ക് ഭക്ഷണം തരാനായിട്ട് അവിടെ വന്നുകൊണ്ടിരുന്നത് എന്ന് മാളൂട്ടി ഗംഗയെക്കുറിച്ച് പറഞ്ഞു. എല്ലാം കേട്ടു നിന്ന ഉടനെ രാഹുൽ പറഞ്ഞു, ആ എന്തായാലും എല്ലാം മംഗളകരമായി തന്നെ അവസാനിച്ചല്ലോ. മോളെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞതും മഹി പറഞ്ഞു, ആ ഇന്ന് നമുക്ക് ആഘോഷിക്കേണ്ട ദിവസം അമ്മേ എന്ന് പറഞ്ഞ് മഹി വേഗം ഗംഗയോട് പറഞ്ഞു, അതെ ഗംഗ സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുക്കുക എന്നറിയിച്ചു. ഉടനെ തന്നെ മാളുവിന് കൊടുക്കാതെ വേഗം തൻ്റെ കയ്യിലിരുന്ന ആ ബോക്സ് തുറന്ന് അതിലെ ലഡു ഗംഗ ഓരോരുത്തർക്കും കൊണ്ടുപോയി കൊടുത്തു. അതിലൊരു ലഡു ദേവയാനി എടുത്തതും അത് മാളുവിനെ കഴിപ്പിക്കണം. മാളു ഒന്ന് കടിച്ചു കഴിയുമ്പോഴേക്കും ദേവയാനി ദാ മോൾ കഴിച്ചു കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ലഡുവുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ മഹി ദേവയാനിയോട് പറഞ്ഞു, അമ്മേ എന്നാ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് മാളുവിനെയും കൂട്ടിക്കൊണ്ട് മഹി ഗംഗയോടൊപ്പം റൂമിലേക്ക് പോയി. ഈ സമയത്ത് രാഹുൽ ആ ലഡു കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രേയയും ഹൈമോദി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ആ മാളുവിനെ കോടതി ഇവർക്ക് തന്നെ തിരിച്ചു കൊടുത്തല്ലോ. ശിവ്, ആ ഗംഗ കാരണം കോടതി മാളുവിനെ അവർക്ക് ഗോകുലിനൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഗംഗയെ മഹിയേട്ടൻ തള്ളിപ്പറയുകയും ഗംഗയെ മഹിയേട്ടൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. അത് കേട്ടങ്ങനെ നിന്ന ദേവയാനി പറഞ്ഞു, അതെ അങ്ങനെ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇനി ഗംഗ ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് ദേവയാനി അറിയിക്കുമ്പോൾ രാഹുൽ പറഞ്ഞു, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ ആ ഗംഗയെ നമുക്ക് തുരത്താൻ കഴിയും. ഉടനെ ദേവയാനി പറഞ്ഞു, ഇപ്പോഴും ഒറ്റക്കെട്ടായി തന്നെ എല്ലാവരും നിൽക്കുന്നത്. എന്തായാലും താമസിയാതെ തന്നെ ആ ഗംഗയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞ് ദേവയാനി തൻ്റെ കയ്യിലിരുന്ന ആ ലഡു വലിച്ചെറിഞ്ഞു. ദേവയാനിയുടെ കലി കണ്ട് ഹൈമവതിയും ശ്രേയയും ഉടനെ തന്നെ ഇതിനെല്ലാം ഒരു തീരുമാനം ദേവയാനി ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അന്ന് ഗൗരിയുടെ ജീവനെടുത്ത ആ സംഭവമായിരുന്നു. ഗൗരി അന്ന് അപകടത്തിൽ മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനായി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ആ കൊലപാതകം അത് കൃത്യമായി ആരാസൂത്രണം ചെയ്തു എന്ന് പോലും ഇപ്പോഴും സംശയത്തിന് നിഴൽ നിൽക്കുമ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ദേവയാനി മനസ്സിലോർത്ത് അങ്ങനെ തന്നെ ഗംഗയ്ക്കും വരണമെന്നുള്ള ഒരു ചിന്ത ദേവയാനിയുടെ മനസ്സിലേക്ക് കടന്നുകൂടി. പിന്നീട് മാളുവിനെ മയക്കിക്കിടത്തിയതിനു ശേഷം കുഞ്ഞ് നല്ല ഉറക്കമായെന്ന് ഉറപ്പായ സമയത്ത് ഗംഗ എഴുന്നേറ്റ് മാളുവിനെ പൊതപ്പിച്ച് കിടത്തുന്നു. അതിനുശേഷം മാളുവിൻ്റെ അരികിൽ തന്നെ ഗംഗ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോർ തുറന്ന് മഹി അകത്തേക്ക് വന്നത്. മോൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചതും ഉറങ്ങി മഹിയേട്ടാ എന്ന് ഗംഗ മറുപടി നൽകി. വേഗം മഹി മാളുവിൻ്റെ അരികിലേക്ക് ചെന്ന് മാളുവിനോട് ചേർന്നിരുന്ന് മാളുവിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഗംഗെ സത്യത്തിൽ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ മോളെ എനിക്ക് തന്നത് നീയാ ഗംഗെ എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, അതേ ഗംഗെ സത്യത്തിൽ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഗൗരിയുടെ സ്ഥാനത്ത് നീ വന്നത്. ശരിക്കും നിനക്ക് പകരം ഗൗരി ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളെ ഇത്രത്തോളം ഒന്നും ഗൗരിക്ക് പോലും സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രമേൽ നീ എൻ്റെ മോളെ സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ മോള് വളർന്നു വരുമ്പോൾ എങ്ങനെയാകുമെന്നും ഒരമ്മയുടെ സ്നേഹം തണലും ഇല്ലാതെ എൻ്റെ മോള് വളരേണ്ടി വരുമല്ലോ എന്നുള്ള ആശങ്കയും എനിക്കുണ്ടായിരുന്നു എന്ന് മഹി ഗംഗയോട് പറഞ്ഞു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ മാളുവിനെ ഞാൻ പ്രസവിച്ചതല്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അല്ലാതെ മാളു എൻ്റെ മോള് തന്നെയാണ്. ഞാൻ പ്രസവിച്ചില്ല എന്നുള്ള കാരണത്തിൽ എൻ്റെ മോളല്ല മാളു എന്ന് ആരും പറയരുത് എന്ന് മഹിയോട് ഗംഗ ആവശ്യപ്പെട്ടു. മഹി പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞതും ഗംഗെ നീ എനിക്ക് ശരിക്കും എൻ്റെയും എൻ്റെ മോളുടെയും ഭാഗ്യമാണ് എന്ന് ഗംഗയോട് മഹി അറിയിച്ചു. ഗംഗ പറഞ്ഞു, മഹിയേട്ട അങ്ങനെയല്ല, മഹിയേട്ടൻ്റെയും മാളുവിൻ്റെയും ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. സത്യത്തിൽ ശ്രീ മഹേശ്വരൻ എനിക്ക് തന്ന
സൗഭാഗ്യവും എനിക്ക് തന്ന വരദാനവും എനിക്ക് തന്ന അനുഗ്രഹവുമാണ് മഹിയേട്ടനും മാളുവും. സത്യത്തിൽ ഞാൻ മഹിയേട്ടൻ്റെ ഭാര്യ എന്നുള്ള ഈ ഒരു സ്ഥാനം മാത്രം മതി എനിക്ക് ഈ ജന്മം മുഴുവൻ മഹിയേട്ടൻ്റെയും മാളുവിൻ്റെയും കൂടെ കഴിയാനും. എൻ്റെ ഈ ജീവിതം മുഴുവൻ മഹിയേട്ടനും മാളൂട്ടിക്കും മാളുവിനും വേണ്ടി മാത്രമുള്ളതാണ് എന്നും ഗംഗ അറിയിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഗംഗയോട് മഹി പറഞ്ഞു, ഗംഗേ, സത്യത്തിൽ നീ ഇത്രത്തോളം എൻ്റെ മോളെ സ്നേഹിക്കുന്നത് അത് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. എൻ്റെ മോളെ ഇത്രയും ആത്മാർത്ഥമായി മറ്റൊരാൾക്കും സ്നേഹിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, ഇനിയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേറൊന്നുമില്ല. എൻ്റെ മോള് മാത്രമേ എനിക്ക് ആകെയുള്ളൊരു സമ്പാദ്യം. എൻ്റെ ജീവനാണ് എൻ്റെ മകള്, എൻ്റെ മാളു. അവൾക്ക് വേദനിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നെല്ലാം മഹി പറയുന്നത് കേട്ട് ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, മഹിയേട്ടൻ്റെ മനസ്സിൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹിയേട്ടൻ പറയുന്നത് പോലെയല്ല. മഹിയേട്ടൻ്റെ മേൽ ഇന്ന് നമ്മൾ കോടതിയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് മാളൂട്ടിയുടെ മുന്നിൽ വെച്ച് പോലും ഗൗരിയേച്ചിയുടെ ഏട്ടനും ഗൗരിയേച്ചിയുടെ അമ്മയും മഹിയേട്ടനെ കുറ്റപ്പെടുത്തിയില്ലേ? മഹിയേട്ടൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ മഹിയേട്ടനെ ക്രൂശിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മഹിയേട്ടൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് മഹിയേട്ടൻ്റെ പേരിൽ വരുന്ന ആരോപണമാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതാനും എന്ന് ഗംഗ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും മഹി പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഞാൻ നിരപരാധിയാണെന്നും കോടതിക്ക് വരെ ബോധ്യമായി. പക്ഷേ ഞാൻ തന്നെയാണ് ഗൗരിയുടെ മരണത്തിന് പിന്നിലെന്ന് അവർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഗൗരിയുടെ അമ്മയെയും ഗൗരിയുടെ ഏട്ടനെയും മാത്രം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാനോ അവരെ വിശ്വസിപ്പിക്കാനോ അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനോ എനിക്ക് കഴിയുന്നില്ല. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെ പഴി കേൾക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വേദന അതെത്രയാന്ന് ഗംഗയ്ക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ എന്നറിയിച്ചതും മഹി പറഞ്ഞു, അതെ, ഒരു ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിൽ ഒരിക്കലും ഗൗരി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മഹി ഗംഗയോട് അറിയിച്ചു. അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, മഹിയേട്ടൻ്റെ പേരിൽ വരുന്ന ഈ കളങ്കം അത് മാറ്റിയേ തീരൂ. തെറ്റ് ചെയ്യാതെ മഹിയേട്ടനെ കുറ്റക്കാരനാക്കുന്ന ഈ കളങ്കം അത് എത്രയും പെട്ടെന്ന് മായ്ച്ചു കളയണം. അതിന് ഒരു വഴിയേ ഉള്ളൂ. ഗൗരിയേച്ചിക്ക് വേറെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ഗൗരിയേച്ചിയുടെ ജീവൻ എടുക്കുന്ന, ഗൗരിയേച്ചി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ മഹിയേട്ടാ എന്ന് ഗംഗ ചോദിച്ചു. മഹി പറഞ്ഞു, ഏയ്, അങ്ങനെ ഒരു ശത്രുവൊന്നും ഗൗരിക്ക് ഉണ്ടായിരുന്നില്ല. ഗംഗ പറയുന്നത് പോലെ അത്തരത്തിലൊരു ശത്രുതയൊന്നും ആർക്കും ഗൗരിയോട് ഇന്നേവരെ തോന്നിയിട്ടില്ല എന്ന് മഹി അറിയിച്ചു. എന്നാലും ഗൗരിയേച്ചിയുടെ മരണശേഷം ഗൗരിയേച്ചിയുടെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടോ മഹിയേട്ടാ എന്ന് ചോദിച്ചു. മഹി പറഞ്ഞു, ഗൗരിയുടെ ഡ്രസ്സുകൾ കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി ഗൗരി ഉപയോഗിച്ചിരുന്ന ഫോണും മറ്റു സാധനങ്ങളും ഒക്കെ അന്ന് തന്നെ ഗൗരിയുടെ അമ്മ വന്ന് കൊണ്ടുപോയി എന്ന് മഹി പറഞ്ഞു. അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, എന്താണെങ്കിലും ആ സാധനങ്ങൾ കണ്ടുപിടിക്കണം. അതിനകത്ത് എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കണം. അതിൽ ഗൗരീച്ചിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അതിലുണ്ടായിരുന്നെങ്കിൽ അത് ഗൗരിയുടെ അമ്മയും സഹോദരനും കണ്ടെത്തുമായിരുന്നല്ലോ. ഉടനെ തന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് ഗംഗ ഇരിക്കുമ്പോൾ മഹിയുടെ ചോദ്യം കേട്ട് ഗംഗ പറഞ്ഞു, ഒരിക്കലും ഇല്ല മഹിയേട്ടാ. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ മഹിയേട്ടനാണ് തെറ്റുകാരൻ. അതുകൊണ്ട് മഹിയേട്ടനാണ് ഗൗരിയേച്ചിയോട് അങ്ങനെ പെരുമാറിയതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ അതിലെന്തെങ്കിലും ഒരു സൂചന അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരത് ഒരിക്കലും മുഖവിലേക്ക് എടുക്കില്ല എന്ന് ഗംഗ പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം മഹിയേട്ടാ എന്ന് പറഞ്ഞതും മഹി പറഞ്ഞു, ഗംഗെ, നീ ഇക്കാര്യം കണ്ടെത്താൻ ശ്രമിച്ച് നീ കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടരുത്. എനിക്കും എൻ്റെ മോൾക്കും നിന്നെ നഷ്ടമാകരുത് എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, ഒരിക്കലും ഇല്ല മഹിയേട്ടാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പിറ്റേന്ന് മാളുവിനെയും കൂട്ടി ഗംഗ മാർക്കറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് മാളു ചോദിച്ചു, അല്ല ഗംഗെ, നമ്മളെന്താ ഈ വഴി വന്നത്? അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അതെ മാളൂട്ടി, ഈ വഴി വന്നത് എനിക്ക് ഈ വഴി വരുന്നത് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ നാട്ടും പുറത്തോടി പോകുന്ന പോലെ തോന്നും. അതാ ഞാൻ ഇതിലെ വരാമെന്ന് പറഞ്ഞത് എന്ന് മാളുവിനോട് ഗംഗ അറിയിച്ചു. അല്ല ഗംഗ, എന്നിട്ട് എന്നെ ഗംഗയുടെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അതിലൊന്നും കൊണ്ടുപോകാറില്ലല്ലോ എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, മാളൂട്ടി,
മാളൂട്ടി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേ മാളൂട്ടി ക്ഷീണിച്ചില്ലേ, അതുകൊണ്ടല്ലേ മാളൂട്ടി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും ആള് പറഞ്ഞു, ഒരിക്കലുമില്ല, എനിക്കൊരു ക്ഷീണവുമില്ല. ഗംഗ വെറുതെ പറയണ്ട, ഞാൻ വലിയ കുട്ടിയായി എന്ന് ആള് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വഴിയരികിൽ ഒരു നായ്ക്കുട്ടി കരയുന്നത് കേട്ടത്. നായ്ക്കുട്ടിയുടെ കരച്ചിൽ കേട്ടതും വേഗം മാളൂട്ടി നോക്കി. അപ്പോഴേക്കും ആ നായ്ക്കുട്ടിയുടെ ദേഹത്ത് നിന്ന് മുറിവുണ്ടായി രക്തം കാലിലെല്ലാം പറ്റിക്കിടക്കുന്നത് കണ്ടു. ഉടനെ മാളൂട്ടി വേഗം തന്നെ ആ നായ്ക്കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നു. ആ നായ്ക്കുട്ടി പതുക്കെ എഴുന്നേക്കാൻ നോക്കുമ്പോഴും നായ്ക്കുട്ടിയുടെ കരച്ചിൽ കൊണ്ട് പതുക്കെ അരികിലേക്ക് ചെന്ന് മാളൂട്ടി അതിനെ തലോടി. ഉടനെ തന്നെ ഗംഗ മാളൂട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ വേണ്ട, തൊടുകയൊന്നും വേണ്ട, അത് വഴി കിടക്കുന്നതല്ലേ എന്ന് ചോദിച്ചതും മാള് പറഞ്ഞു, ഗംഗെ, ഇതിന് കാലിനെന്തോ മുറിവ് സംഭവിച്ചു, നമുക്ക് ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത് കേട്ടതും ഗംഗ വേഗം സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ ബിക്ഷോപ്പർ നിരത്തി വെച്ച് ഉടനെ ആ നായ്ക്കുട്ടിയുടെ അരികിലേക്ക് ചെന്ന് അതിനെ കയ്യിലെടുത്തു. നമുക്ക് ഇതിലെ വല്ല ഓട്ടോറിക്ഷയും വരുന്നുണ്ടെന്ന് നോക്കാം, അങ്ങനെ വന്നാൽ നമുക്കിതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഗംഗ മാളുവിന്റെ കൂടെ ആ നായ്ക്കുട്ടിയും കയ്യിൽ പിടിച്ച് അവർ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. അതിനുശേഷം അവർ മൃഗാശുപത്രിയിലേക്ക് ആ നായ്ക്കുട്ടിയുമായി എത്തി. അവിടെ വന്നതിന് ശേഷം ഡോക്ടർ കാലിലെ മുറിവ് തുടച്ച് മരുന്ന് വെച്ച് ഡോക്ടർ പറഞ്ഞു, അതെ, ഇനി പേടിക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ല, എന്താ ഈ മിടുക്കിയുടെ പേര് എന്ന് ചോദിച്ചതും മാള് പറഞ്ഞു, അത് എനിക്ക് ഇവനെ കിട്ടിയത് വഴിയിൽ കിടന്നാ, ഇവന്റെ പേരൊന്നും അറിയത്തില്ല, മുറിവ് സംഭവിച്ചുകൊണ്ട് ഞങ്ങൾ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അതെ, റോഡരികിൽ കിടക്കുന്ന കണ്ടതാ, മാളൂട്ടിയാണ് പറഞ്ഞത് അവനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാമെന്ന്, അതാ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഡോക്ടർ പറഞ്ഞു, വെരി ഗുഡ്, മിടുക്കിയ കേട്ടോ, അങ്ങനെ തന്നെ വേണം. എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് സ്നേഹവും കരുണയും വേണം. അനാഥയാക്കി ഇട്ടിട്ട് പോകുന്നില്ലല്ലോ ഈ ജീവനെ എന്ന് ഡോക്ടർ അറിയിച്ചു. ഉടനെ ആള് ചോദിച്ചു, അല്ല, ഇവന്റെ പേര് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചതും, അല്ല, ഇവന്റെ പേരെന്താ എന്നായി ഡോക്ടറുടെ അടുത്ത ചോദ്യം. അപ്പോഴേക്കും മാളൂട്ടി പറഞ്ഞു, പേരിടാനൊന്നും കഴിഞ്ഞില്ല, ഇവനെ ഞങ്ങൾക്ക് ആ വഴിയരികിൽ നിന്നല്ലേ കിട്ടിയത്, എന്ത് പേരിടും എന്ന് ചോദിച്ച് സംശയത്തോടെ ഗംഗയെ നോക്കി. അപ്പോഴേക്കും ഗംഗ വേഗം വരാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാളുവിനെ വിളിച്ച് പുറത്തിറക്കി. മാളു വേഗം തന്നെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് മാളു ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഗംഗ മാളുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതുകൊണ്ട് മാളു വളരെ സ്നേഹത്തോടെ നായ്ക്കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. നായ്ക്കുട്ടിയുമായി വീട്ടിലേക്ക് വന്ന മാളുവിൻ്റെ കയ്യിലെ നായ്ക്കുട്ടിയെ കണ്ട് എല്ലാവരുമാകെ അതിശയപ്പെടുന്നു. പിന്നെ ഗംഗയ്ക്ക് അരികിലേക്ക് ഉടനെ തന്നെ ഗൗരിയും എത്തി. ഗൗരി ഗംഗയോട് കാര്യങ്ങൾ സംസാരിച്ചു. ഗംഗ പറഞ്ഞു, ഗൗരിച്ചിയുടെ മരണത്തിന് കാരണം ആരാണെന്ന് കണ്ടെത്തണം. യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ കണ്ടെത്തിയാൽ മാത്രമേ പല രഹസ്യങ്ങളും പുറത്തു വരികയുള്ളൂ എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. ഗൗരിയുടെ വാക്ക് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, നാളെ തന്നെ ഞാൻ തീർച്ചയായിട്ടും പോകും ഗൗരിച്ചി. അപ്പോഴേക്കും ഗൗരി ഗംഗയോട് പറഞ്ഞു, സൂക്ഷിച്ചു വേണം ഗൗരി പോകുവാൻ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നെല്ലാം ഗംഗയോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു.